നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയിൽ കുടുങ്ങിയ യുവാക്കളെ തിരിച്ചെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങുകയാണ്. ന്യൂസ് 18 കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതേക്കുറിച്ചുള്ള വാർത്താ പരമ്പരകൾ തന്നെ നൽകിയതാണ്. ഇതിൽ പ്രിൻസ് സെബാസ്റ്റ്യൻ എന്നയാളെ തിരിച്ചെത്തിക്കുവാനുള്ള ശ്രമം ഏതാണ്ട് ഫലം കണ്ടുവരികയാണ്. ഇക്കാര്യം മോസ്കോയിലെ ഇന്ത്യൻ എംബസിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരനും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് കൊച്ചി അധോലോകത്തെ കഴിഞ്ഞ ദിവസം തുറന്നു കാട്ടിയ കുറേയേറെ വാർത്തകൾ ന്യൂസ് 18 കേരളം നൽകിയത്. ഇതിൽ പെരുമ്പാവൂർ അനസിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരികയാണ്. കൊട്ടേഷൻ സംഘാംഗങ്ങൾ തന്നെയാണ് പെരുമ്പാവൂർ അനസിനെതിരെ പുതിയ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. ഇതേക്കുറിച്ചുള്ള വിശദമായ വാർത്തകൾ ഉണ്ട് പകൽ വാർത്തയിൽ. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കൊച്ചി അധോലോകത്തെ തുറന്നു കാട്ടിയ ന്യൂസ് 18 വാർത്തയെ തുടർന്ന് പെരുമ്പാവൂർ അനസിന്റെ ഗുണ്ടാ ഗ്യാങ് പല വഴിക്ക്. വെളിപ്പെടുത്തലും പരാതിയുമായി അനസിന്റെ കൊട്ടേഷൻ അംഗങ്ങൾ. അനസിന്റെ നിർദ്ദേശത്തിലാണ് നെടുമ്പാശ്ശേരിയിലെ തട്ടിക്കൊണ്ടുപോകലെന്ന് ഇട്ടൻ ഷിർലിൻ. അനസ് കൊല്ലാൻ ശ്രമിച്ചെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി നിഷിൽ. റഷ്യയിലേക്കുള്ള മനുഷ്യക്കടത്തിനെ കുറിച്ചുള്ള ന്യൂസ് 18 വാർത്തകൾ ഫലം കാണുന്നു. യുദ്ധത്തിൽ പരുക്കേറ്റ പ്രിൻസിനെ ഉടൻ നാട്ടിലെത്തിക്കും. ഇന്ത്യൻ എംബസി പ്രതിനിധിയുടെ കത്ത് അടൂർ പ്രകാശിന് കിട്ടി. മറ്റുള്ളവരോടും എംബസി സംസാരിച്ചെന്ന് വി മുരളീധരൻ. സംസ്ഥാനത്ത് പത്രികാ സമർപ്പണം തുടങ്ങി. പ്രചാരണം ചൂടുപിടിക്കുന്നു. കൊല്ലത്ത് മുകേഷും കാസർഗോഡ് അശ്വിനിയും പത്രിക നൽകി. കോവിഡ് കള്ളി എന്ന് വിളിച്ചത് വിഷമിപ്പിച്ചെന്ന് കെ ശൈലജ. പയ്യാമ്പലത്തെ CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ കരിയോയിൽ. അതിക്രമം നായനാർ, കോടിയേരി, ചടയൻ ഗോവിന്ദൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളിൽ. പ്രകോപനമുണ്ടാക്കാനുള്ള ആസൂത്രിത ശ്രമമെന്ന് CPM. പരാതി നൽകുമെന്നും പാർട്ടി. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകം. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നു. കസ്റ്റഡി നീട്ടണമെന്ന് ED. അഴിമതിപ്പണം ആർക്ക് കിട്ടിയെന്ന് കോടതിയിൽ വെളിപ്പെടുത്തുമെന്ന് കെജ്രിവാൾ. രാഷ്ട്രപതി ഭരണത്തിന് കേന്ദ്ര നീക്കം. ചോദ്യക്കോഴക്കേസിൽ മെഹുബ മൈത്രയെ ഇന്നും EDക്ക് മുന്നിൽ ഹാജരായില്ല. ഇന്ന് പെസഹ വ്യാഴം. യേശുവിന്റെ അന്ത്യ അത്താഴ ഓർമ്മയിൽ ക്രൈസ്തവ സമൂഹം. പള്ളികളിൽ കാൽ കഴുകൽ ശുശ്രൂഷ. മൂന്നാറിലും ചിന്നക്കനാലിലും കാട്ടാന ആക്രമണം. കൃഷി നശിപ്പിച്ച് പടയപ്പ. സിംഗുകണ്ടത്ത് ഭീതി പരത്തി ചക്കക്കൊമ്പൻ. അതിരപ്പള്ളിയിലും കാട്ടാനയിറങ്ങി. ന്യൂസ് 18 കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ചുള്ള വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പെരുമ്പാവൂർ അനസിന്റെ വലം കൈയായിരുന്ന ഔറംഗസേബിന്റെ വെളിപ്പെടുത്തലാണ് കൂടുതൽ വാർത്തകളിലേക്ക് നയിച്ചത്. പെരുമ്പാവൂർ അനസിന്റെ കൂടുതൽ കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഇപ്പോൾ അനസിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമാ കഥകളെ വെല്ലുന്ന രീതിയിലുള്ള കൊട്ടേഷൻ ഇടപാടുകളെ കുറിച്ചാണ് ഓരോരുത്തരും സംസാരിക്കുന്നത്. ഇപ്പോൾ പെരുമ്പാവൂർ അനസിന്റെ ഗുണ്ടാ ഗ്യാങ് ചിതറിത്തെറിച്ചിരിക്കുകയാണ്. അനസിനെതിരെ പോലീസ് നീക്കം കടുപ്പിക്കുമോ എന്ന ഭീതി കൂടി ഈ ഗുണ്ടാ സംഘാംഗങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ അനസ് തങ്ങളെ പറ്റിച്ചു എന്ന തോന്നലും ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നത്. നിഷിൽ എന്ന ആൾ ഇത്തരം വെളിപ്പെടുത്തൽ നടത്തി. അനസിനോട് തെറ്റിപ്പിരിഞ്ഞിരുന്നു നിഷിൽ. അതുപോലെ തന്നെ മറ്റു ചില വെളിപ്പെടുത്തലുകൾ ഇബ്രാഹിം കുട്ടി എന്നയാൾ അനസിന്റെ കൊട്ടേഷൻ സംഘാംഗമായിരുന്നു. ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അനസിന്റെ നിർദ്ദേശപ്രകാരമാണ് നെടുമ്പാശ്ശേരിയിലെ തട്ടിക്കൊണ്ടുപോകൽ നടപ്പാക്കിയതെന്ന് ഇട്ടൻ ഷിർലിൻ എന്ന ഗുണ്ടയും പറയുന്നുണ്ട്. നേരത്തെ അനസിന്റെ വിശ്വസ്തനായിരുന്നു ഷിർലിൻ. നെടുമ്പാശ്ശേരി തട്ടിപ്പ് കൊണ്ടുപോകൽ കേസിലെ പ്രതിയായിരുന്നു അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഷിർലിൻ. ആ കേസിൽ 75 ദിവസത്തോളം ജയിലിൽ കിടന്ന ശേഷം പിന്നീട് നാടുവിടുകയായിരുന്നു ഷിർലിൻ. അനസ് കാരണമാണ് തനിക്ക് നാടുവിടേണ്ടി വന്നതെന്ന് ഷിർലിൻ വെളിപ്പെടുത്തുന്നു. ഇതോടെ തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ അനസിന്റെ പങ്കാണ് പുറത്തുവരുന്നത്. ആദ്യമേ വെളിപ്പെടുത്തലുകളിലേക്ക്. അനസ് പെരുമ്പാവൂര്, അതായത് അനസ് എന്ന് ഇപ്പൊ ഞാൻ അനസ് എന്ന് വിളിക്കുന്നത്, അനസിന്റെ കൂടെ നിങ്ങള് ആൾക്കാരെല്ലാം അനസ് പെരുമ്പാവൂർ എന്ന് പറയപ്പെടുന്ന അനസിന്റെ കൂടെ കുറെ നാളായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അനസ് മുഖാന്തരം
നാട് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അനസിന് വേണ്ടിയിട്ട് ഒരു കിഡ്നാപ്പിംഗ് കേസിൽ പ്രതിയായിട്ട് 73 ദിവസം കാക്കനാടും ആലുവായിട്ട് ജയിലിൽ കിടക്കേണ്ടി വന്നാണ്. എന്നെ തിരിഞ്ഞും കൂടി നോക്കിയിട്ടില്ല. അതിൽ ഒരുപാട് ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ആകെ ബന്ധപ്പെട്ട ആൾക്കാരുടെ പേര് നമുക്കിപ്പോൾ ഇതിനകത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അനസിന് വേണ്ടിയിട്ട് കിഡ്നാപ്പിംഗ് കേസിൽ ബന്ധപ്പെട്ട് അനസിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അനസ് ഒന്നിനും നമ്മൾ എന്താക്കിയിട്ടില്ല, തിരിഞ്ഞു നോക്കിയിട്ടുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളില്ല. ആ കേസിന് പൈസയും വാങ്ങിച്ച് അഡ്വാൻസും വാങ്ങിച്ച് എല്ലാം വാങ്ങിച്ചിട്ട് ഒരു റിയാല് പോലും, ഒരു രൂപ പോലും മനസ്സാ കേസിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി ചിലവാക്കിയത് ഞങ്ങളുടെ കുടുംബങ്ങളാണ്, എൻ്റെ ഫാമിലിയാണ് എന്നെ കേസിന് വേണ്ടിയിട്ട് നോക്കി എന്നെ പുറത്ത് ജാമ്യത്തിൽ 73 ദിവസമാണ് ഞാൻ അനസിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് കിടന്ന. അനസിൻ്റെ പേര് പോലും നമ്മൾ അതിനകത്ത് വലിച്ച് കൊണ്ടുവന്നിട്ടില്ല. അനസിൻ്റെ പേര് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അനസിൻ്റെ പേര് പറഞ്ഞാൽ രക്ഷപ്പെടാമായിരുന്നു, പക്ഷെ ഞങ്ങൾ അനസിൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നതാണ്, ഞാനടക്കം. ഞാനിപ്പോൾ എൻ്റെ കാര്യമാണ് പറയണം. ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ട് അനസിൻ്റെ കൂടെ അനസ് തിരിച്ചും കൂടി നോക്കിയില്ല. അവന് മൂട്ടിലെ പൊടിയും തട്ടിയിട്ട് ഇറങ്ങി ഓടിക്കളഞ്ഞ്. മനസ്സിലായില്ലേ? പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ് പല വഴിക്ക് തിരിയുകയാണ്. അനസിനെതിരെയുള്ള വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടോം കുര്യാക്കോസ്, ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസ് ചേരുകയാണ്. ടോം, ഇത്തരം വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ എന്താണ്? ഇപ്പോൾ ഔറംഗസേബിനെ പോലെ തന്നെ അനസിന്റെ വിശ്വസ്തരായി നിന്നതിന് ശേഷം അനസ് പറ്റിച്ചു എന്നുള്ള ആ ഒരു തിരിച്ചറിവിൽ ഇപ്പോൾ അനസിനെതിരെ ഇവർ രംഗത്തെത്തിയിരിക്കുകയാണല്ലോ. ഈ ഷിർലിൻ പറഞ്ഞതല്ലേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഷിർലിൻ ഒരുപാട് കാര്യങ്ങളിൽ അനസിന്റെ ഒപ്പം നിന്ന ആളാണല്ലോ. മഞ്ജുഷ്, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ അനസിന്റെ വലങ്കൈയായിരുന്ന കൊച്ചിയിലെ ഗുണ്ടാ നേതാവ് ഔറംഗസേബ് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിന് പിന്നാലെയാണ് അനസുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും, അനസിന്റെ ഇടപാടുകളടക്കം, കൊട്ടേഷൻ ഇടപാടുകളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഔറംഗസേബ് അന്ന് ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് 300ഓളം ചെറുപ്പക്കാർ പെരുമ്പാവൂർ അനസിന്റെ ഗുണ്ടാ സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ്. നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂർ അനസിന്റെ ആ ഗുണ്ടാ സംഘങ്ങൾ തെറ്റിപ്പിരിയുന്നു, അവർ പല വഴിക്ക് പോകുന്നു, അനസിനെ കൈയൊഴിയുന്നു എന്ന് തന്നെയാണ് ഓരോ വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഈ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ നെടുമ്പാശ്ശേരി, തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസുകളിൽ അനസിന്റെ പങ്ക് കൂടി പുറത്തു വരികയാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഇട്ടൻ എന്ന് വിളിക്കുന്ന ഷിർലിൻ എന്ന ഗുണ്ടയുടെ വെളിപ്പെടുത്തലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതിൽ കൃത്യമായും ഈ ഇട്ടൻ പറയുന്നുണ്ട്, അനസിന്റെ നിർദ്ദേശപ്രകാരമാണ് നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസ് നടപ്പാക്കിയതെന്ന്. നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതി കൂടിയാണ് അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന ഷിർലിൻ. ആ കേസിൽ 73 ദിവസത്തോളം ജയിലിൽ കിടന്ന ശേഷം പിന്നീട് നാട് വിടുകയായിരുന്നു. അനസ്, പെരുമ്പാവൂർ അനസ് കാരണമാണ് തനിക്ക് നാട് വിടേണ്ടി വന്നതെന്നാണ് ഷിർലിന്റെ വെളിപ്പെടുത്തൽ. അതോടൊപ്പം മറ്റൊരു പരാതി കൂടി പോലീസിനും മുഖ്യമന്ത്രിക്കും, അതായത് മുഖ്യമന്ത്രിക്കും DGPക്കും ലഭിച്ചിട്ടുണ്ട്. പെരുമ്പാവൂർ അനസിന്റെ സംഘാംഗമായിരുന്ന നിഷിലാണ് ഏറ്റവും ഒടുവിൽ പരാതി നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പ്രതിയായിരുന്നു നിഷിൻ. ആ കേസിൽ 45 ദിവസത്തോളം ജയിലിൽ കടന്നിട്ടുണ്ട്. അനസ് തന്നെ വധിക്കാൻ ശ്രമിച്ചതായിട്ടാണ് നിഷിന്റെ പരാതിയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം കുട്ടി എന്ന പെരുമ്പാവൂർ അനസിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന ഇബ്രാഹിം കുട്ടിയുടെ വെളിപ്പെടുത്തലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ വെളിപ്പെടുത്തൽ, ഇബ്രാഹിം കുട്ടിയുടെ വെളിപ്പെടുത്തലില് പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അനസിൽ നിന്നും തനിക്ക് ഭീഷണിയുണ്ട്, അനസ് തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് ഇബ്രാഹിം കുട്ടിയുടെ പരാതിയിലും പറയുന്നത്. ഇബ്രാഹിം കുട്ടി അല്പസമയം മുമ്പ് ന്യൂസ് 8 നൽകിയ ന്യൂസ് 8 സംസാരിച്ചപ്പോൾ ഓരോ കാര്യങ്ങളും തുറന്നു പറയുന്നു. അതായത് തിരുവനന്തപുരം നെടുമ്പാശ്ശേരി തട്ടിക്കൊണ്ടുപോകൽ കേസിലെ പെരുമ്പാവൂർ അനസിന്റെ പങ്ക്, അതോടൊപ്പം കൊടുവള്ളി സംഘവും, സ്വർണം പൊട്ടിക്കൽ കേസിൽ കൊടുവള്ളി സംഘവുമായിട്ടുള്ള ഇടപാടുകൾ, ഇതടക്കം ഇബ്രാഹിം കുട്ടിക്ക് വളരെ വ്യക്തമായി അറിയാം. കാരണം കഴിഞ്ഞ 10 വർഷത്തെ പെരുമ്പാവൂർ അനസ് കൊച്ചിയിലെ ഗുണ്ടാ സംഘ തലവനായി വളരുന്ന കാലഘട്ടം മുതൽ അനസിനൊപ്പം പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഇബ്രാഹിം കുട്ടി. അതല്ലെങ്കിൽ ഇബ്രാഹിം കുട്ടി എന്ന ഒരു കരുത്തനായ ഗുണ്ട എന്ന് തന്നെ ഇബ്രാഹിം കുട്ടിയെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം പെരുമ്പാവൂർ അനസിന്റെ എല്ലാ ഇടപാടുകൾക്കും ഒപ്പം ഉണ്ടായിരുന്ന, പിന്നീട് ഇപ്പോൾ അനസുമായി തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു. അതിൽ പല കാരണങ്ങളുണ്ട്. ഉണ്ണിക്കുട്ടൻ എന്ന ഇവരുടെ കൂട്ടാളിയായിരുന്നു, ഇവരുടെ സുഹൃത്തായിരുന്ന ഉണ്ണിക്കുട്ടനെ പെരുമ്പാവൂർ അനസ് കൊലപ്പെടുത്തിയത്, പെരുമ്പാവൂർ അനസ് നിർദ്ദേശപ്രകാരം കൊലപ്പെടുത്തിയതാണ് ഇവരെ ഏറ്റവും ഒടുവിൽ അനസുമായി തെറ്റാനുള്ള കാരണം. ആ കേസിൽ, ഈ ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതിയാണ് ഔറംഗസേബാണ് ഇത് സംബന്ധിച്ച് തുറന്നു പറച്ചിൽ നടത്തിയത്. മാത്രമല്ല, ഈ പെരുമ്പാവൂർ ആലുവ കേന്ദ്രീകരിച്ച് പെരുമ്പാവൂർ അനസ് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി മുങ്ങിയതായിട്ടുള്ള വെളിപ്പെടുത്തലും ഇബ്രാഹിം കുട്ടിയും പറയുന്നുണ്ട്. ഇക്കാര്യങ്ങളടക്കം പരിശോധിക്കണമെന്നും പോലീസ് നൽകിയ പരാതിയിൽ
ഇബ്രാഹിം കുട്ടി ടോം, ഇങ്ങനെ ഈ ആവശ്യപ്പെടുന്നുണ്ട്. അധോലോക സംഘങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിന്നിട്ട് പിന്നെ തെറ്റിപ്പിരിയുന്നത് ഇത് പതിവുള്ള സംഭവമാണല്ലോ. പോലീസിനും ഇത് അറിയാവുന്ന കാര്യമാണല്ലോ. ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞപ്പോൾ ഇവർ നടത്തിയ വെളിപ്പെടുത്തലുകളുള്ള മനുഷ്യരാണ്. അത്തരത്തിലേക്കുള്ള അവരുടെ ബന്ധങ്ങൾ കൂടി വോട്ടാക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ്. പക്ഷേ പിന്നീട് പോലീസിൽ നിന്നൊരു തുടർ നടപടി ഉണ്ടാകാതെ പോകുന്നു, കുറ്റപത്രം വൈകിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ ഇവർ ജാമ്യം കിട്ടി പുറത്ത് വിലസുന്നത്. ഇപ്പോൾ ഈ സംഘാംഗങ്ങൾക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് കൂടിയാണല്ലോ ഇത്തരം വെളിപ്പെടുത്തലുകൾ വന്നത്. അനസ് സാമ്പത്തിക തട്ടിപ്പ് നടത്തി വിദേശത്തേക്ക് കടന്ന് അവിടെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കാര്യം എന്താകുമോ എന്നുള്ള ചിന്ത ഈ ഗുണ്ടാ സംഘാംഗങ്ങൾക്കുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവർ ഈ കൂടുതൽ വിവരങ്ങൾ പോലീസിന് നൽകുവാനും തയ്യാറായി. പ്രതീക്ഷ ഈ രണ്ട് മുന്നണികൾക്കുണ്ട്. ഈ രണ്ട് മുന്നണികളും നിൽക്കുമ്പോഴും ശോഭാ സുരേന്ദ്രൻ എന്ന മത്സരിച്ച മണ്ഡലങ്ങളുടെ രൂപത്തിൽ നൽകുന്നു, നിഷിൽ നൽകുന്നു. അപ്പോൾ ഇത് പോലീസുമായി സഹകരിച്ച് മൊഴി നൽകി പെരുമ്പാവൂർ അനസിനെ തിരികെ കൊണ്ടുവരിക്കാൻ ഉള്ള ഒരു സഹായം കൂടി ഇവർ നൽകുകയാണോ ഈ ഗുണ്ടാ സംഘാംഗങ്ങൾ? മഞ്ജുഷ്, അങ്ങനെ തന്നെ കാണണം. കാരണം പെരുമ്പാവൂർ അനസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കേരളം വിട്ടത്. പിന്നീട് കർണാടകയിൽ നിന്നും വ്യാജ പാസ്പോർട്ടിലൂടെ ദുബായിലേക്ക് കടക്കുന്നു. ഇപ്പോൾ നിലവിൽ ദുബായിൽ പുതിയൊരു ബിസിനസ് സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. അതിന് വോട്ടുനില വർദ്ധിപ്പിച്ച നേതാവിനെ അണിനിർത്തിയാണ് ബി.ജെ.പിയും കളത്തിൽ സജീവമായി തന്നെ നിൽക്കുന്നത്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. രഞ്ജിത്ത്, ഈ ആലപ്പുഴയുടെ ചരിത്രം അത് ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ ഇടതുപക്ഷത്തിന്റെ കൃത്യമായ നടപടികൾ ഉണ്ടാകും. ആ രീതിയിലുള്ള നടപടികളിലേക്ക് ഒരു വശത്ത് അന്വേഷണ ഏജൻസികൾ പോകുന്നുണ്ട്. മറുവശത്ത് നമ്മൾ കാണേണ്ടത് ഈ പെരുമ്പാവൂർ അനസും അതോടൊപ്പം നേരത്തെ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഗുണ്ടാ സംഘങ്ങൾ തമ്മിൽ തെറ്റിപ്പിരിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ പലപ്പോഴും കേരളം കണ്ടിട്ടുള്ളതാണ്. പല ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടൽ മണ്ഡലമാണ്. കഴിഞ്ഞ തവണയും നമുക്കറിയാം എം ആരിഫ് ഒരു കനലായി ഡൽഹിക്ക് പോയപ്പോൾ അതിൽ ആശ്വസിക്കാനുള്ള വക കണ്ടെത്തുകയായിരുന്നു LDF. അതാണ് ഇക്കാര്യം തന്നെയാണ് ഈ ഔറംഗസേബും അതോടൊപ്പം മറ്റു പല ഗുണ്ടകൾ, അതായത് അനസിനൊപ്പം ഉണ്ടായിരുന്നവരും മുൻകൂട്ടി കാണുന്ന കാര്യം. ഈ രീതിയിൽ പെരുമ്പാവൂർ അനസിന്റെ സ്വഭാവ രീതി തെറ്റിപ്പിരിഞ്ഞു കഴിഞ്ഞാൽ അവരെ സാഹചര്യം അത് എത്രത്തോളം അനുകൂലമാകുന്നുണ്ട് LDF-ന്? കാരണം ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാണ്. KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അത് ആലപ്പുഴയിൽ നിന്നാണ് എന്നുള്ള പ്രഖ്യാപനം വന്നതോടുകൂടി കോൺഗ്രസിന്റെ ഒരു ദേശീയ മുഖമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എം ആരിഫിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? LDF പ്രതീക്ഷ വയ്ക്കുന്നത് ഏത് ഘടകത്തിലാണ്? ഈ MP എന്ന നിലയിൽ AM ആരിഫ് നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. കേരളത്തിലെ ഒരുപക്ഷെ UDF MPമാരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പാർലമെന്റിൽ ചെയ്ത ഒരു MP എന്ന ഖ്യാതി AM ആരിഫിനുണ്ട്. അതിന് AM ആരിഫ് നമ്മൾ രാവിലെ പറഞ്ഞത് അത് ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഏതാണ്ട് 1.5 ലക്ഷം വോട്ടിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ താൻ ജയിക്കും എന്നും രാവിലെ AM ആരിഫ് പറയുകയുണ്ടായിരുന്നു. താൻ നേരത്തെ അരൂരും മറ്റും മത്സരിച്ചപ്പോ പറഞ്ഞ ഇത്തരം പ്രവചനങ്ങൾ താൻ തന്നെ നേരത്തെ നടത്തിയിട്ടുണ്ട് മാധ്യമങ്ങളോട്. അതൊക്കെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത് എന്നാണ് AM ആരിഫ് പറയുന്നത്. നേരത്തെ എൽദോ ചോദിച്ചതുപോലെ ആലപ്പുഴ മണ്ഡലത്തിന്റെ പോരാട്ടത്തിന് ഏറെ സവിശേഷതകളുണ്ട്. അതിലൊന്ന് കിരൺ ചൂണ്ടിക്കാട്ടിയതുപോലെ ആലപ്പുഴയെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് KC വേണുഗോപാലിന്റെ സാന്നിധ്യമാണ്. കോൺഗ്രസിലെ രണ്ടാമത്തെ പ്രമുഖ നേതാവാണ് KC വേണുഗോപാൽ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ. സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിന്റെ കണ്ണുകൾ കൂടി ആലപ്പുഴയിലേക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തുള്ള ഒരു മികവ് എത്രത്തോളം ആരിഫിന് കാട്ടാൻ സാധിക്കും എന്നതനുസരിച്ചാകും ഇവിടുത്തെ മണ്ഡലത്തിലെ ആരിഫിന്റെ വിജയവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. KC വേണുഗോപാൽ ഇന്നലെ ഡൽഹിയിലായിരുന്നു. ഇന്ന് രാവിലെ 11:30 മണിയോടുകൂടി അദ്ദേഹം ഈ ചേർത്തലയിൽ എത്തുകയും അവിടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും ഇന്നത്തെ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അദ്ദേഹം മണ്ഡലത്തിലുണ്ടായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലെ ചില കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കായി അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി തുടർന്ന് ഇന്ന് മടങ്ങിയെത്തുകയാണ്. അപ്പോഴും നമുക്കറിയാം കണ്ണൂർകാരനാണ് എങ്കിൽ പോലും ആലപ്പുഴയുടെ മാനസപുത്രനാണ് KC വേണുഗോപാൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. ആലപ്പുഴ അത് മണ്ഡലമാകുന്നതിന് മുൻപ് അമ്പലപ്പുഴയായിരുന്നപ്പോൾ PK വാസുദേവൻ നായർ, പിന്നീട് ആലപ്പുഴയായപ്പോൾ സുശീല ഗോപാലൻ, VM സുധീരൻ, KC വേണുഗോപാൽ എന്നിവർ. RSPയുടെ K ബാലകൃഷ്ണനും അന്ന് CPM-ലായിരുന്ന TJ ആഞ്ചലോസുമെല്ലാം ഇവിടെ ജയിച്ചിട്ടുണ്ട്. രാജീവ് വധത്തിന് ശേഷം രാജ്യമാകെ അലയടിച്ച കോൺഗ്രസ് തരംഗത്തിലും ജയിച്ചുകൊണ്ടാണ് ട്രെൻഡിനെതിരെ നീന്തി ആഞ്ചലോസ് 1991 ഡൽഹിയിലേക്ക് പോയത്. സുധീരൻ എന്ന വമ്പനെ വീഴ്ത്തിയ ഡോക്ടർ KS മനോജും ആലപ്പുഴയുടെ MP ആയിരുന്നിട്ടുണ്ട്. ഇതിനു മുൻപ് 2 വട്ടമാണ് KC വേണുഗോപാൽ ആലപ്പുഴയുടെ MP ആയത്. 2009-ലും 2014-ലും. 2019-ൽ ദേശീയ രാഷ്ട്രീയത്തിലെ തിരക്കു കാരണം മത്സരിച്ചില്ല. ഇക്കുറി ജയിച്ചാൽ അത് ഹാട്രിക് ആകും. കഴിഞ്ഞ തവണ 17% BJP സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനോട് നേടിയത്.
ഇക്കുറി ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കി മികച്ച പ്രകടനം തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. മണ്ഡലത്തിൽ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന പോരാട്ടമാണ് ആലപ്പുഴയിൽ ഇത്തവണ നടക്കാൻ പോകുന്നത്. KC വേണുഗോപാലും AM ആരിഫും ശോഭാ സുരേന്ദ്രനും ശക്തമായ പ്രചരണമാണ് മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നതും. കനൽ ഒരു തരി, അത് കെടുമോ ആളിക്കത്തുമോ? KC ഹാട്രിക് അടിക്കുമോ? ശോഭ വീണ്ടും ശോഭ കൂട്ടുമോ? കളം കടുക്കുകയാണ്. കിരൺ ബാബു, രഞ്ജിത്ത് രാമചന്ദ്രനുമാണ് ഇന്ന് ആലപ്പുഴ മണ്ഡലത്തിൽ ചേരുന്നത്. ആദ്യം കിരൺ ബാബുവിലേക്ക്. കിരൺ, അവിടുത്തെ ഒരു രാഷ്ട്രീയ ചിത്രം, അത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണങ്ങളൊക്കെ പൂർത്തിയാകുന്ന ഒരു സാഹചര്യത്തിൽ നിലവിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണോ ആലപ്പുഴയിൽ? ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ള ആലപ്പുഴയുടെ മണ്ണിലാണ് ഞങ്ങളുള്ളത്. കടുത്ത പോരാട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രധാനമായും സിറ്റിംഗ് MP AM ആരിഫിൽ നിന്ന് ഈ ആലപ്പുഴ തിരിച്ചുപിടിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി, സംഘടനാകാര്യ ചുമതലയുള്ള നേതാവ് KC വേണുഗോപാൽ തന്നെ എത്തിയതോടെയാണ് ആലപ്പുഴയിൽ മത്സരം കടുത്തത്. ഒപ്പം BJPയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ കൂടി ഈ മത്സരരംഗത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും വളരെ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. 2 മുൻ MPമാരാണ് നേരിട്ട് മത്സരിക്കുന്നത്. ഇവർ രണ്ടുപേരും ആലപ്പുഴയെ പ്രതിനിധീകരിച്ചിരുന്ന കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മത്സരം നടക്കുന്നത്. ആരാണ് അവകാശവാദം എന്നത്, പല പദ്ധതികളെ സംബന്ധിച്ചും അവകാശവാദം, ഇതിൽ ആർക്കാണ് കൂടുതൽ അവകാശമുള്ളത്, അതിനെ ചൊല്ലിയുള്ള വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ആലപ്പുഴയിലെ ബൈപ്പാസ് മുതൽ ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വരെയുള്ള പല പദ്ധതികളെ സംബന്ധിച്ചും ഇരു MPമാരും തമ്മിലുള്ള വലിയ തർക്കം നടക്കുന്നു. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു വലിയ ഏകീകരണം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ സ്വാഭാവികമായും ഇടതുപക്ഷത്തിനുണ്ട്. എന്നാൽ ഇതിനെ മറികടക്കാൻ KC വേണുഗോപാലിന്റെ ജനപ്രീതിക്ക് കഴിയും, അല്ലെങ്കിൽ എല്ലാ തരം വിഭാഗം ആളുകളുമായി ബന്ധമുള്ള ആളാണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് അഭിമാന പോരാട്ടമാണ്. KC വേണുഗോപാലിനെ പോലെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന, രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമതോ മൂന്നാമതോ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ വിജയം എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രാധാന്യമുള്ളതാണ്. മറിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് 19 ഇടവും പരാജയപ്പെട്ടപ്പോഴും ചുവന്ന് നിന്ന മണ്ഡലമാണ് ആലപ്പുഴ. അത് ഇക്കുറി വിജയിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ നിലനിർത്തേണ്ടത് CPMനെ സംബന്ധിച്ചും ഇടതു മുന്നണിയെ സംബന്ധിച്ചും അഭിമാന പോരാട്ടം തന്നെയാണ്. AM ആരിഫ് എന്ന് പറയുന്ന സിറ്റിംഗ് MPയുടെ ജനകീയത തന്നെയാണ് അവിടെയും ആയുധമാക്കുന്നത്. KC വേണുഗോപാലായാലും AM ആരിഫായാലും രണ്ടുപേർക്കും വ്യാപകമായി ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആകെ വിപുലമായ ബന്ധങ്ങളുള്ള മനുഷ്യരാണ്. അത്തരത്തിലേക്കുള്ള അവരുടെ ബന്ധങ്ങൾ കൂടി വോട്ടാക്കി മാറ്റാം എന്നുള്ള വലിയ പ്രതീക്ഷ ഈ 2 മുന്നണികൾക്കുമുണ്ട്. ഈ 2 മുന്നണികളും നിൽക്കുമ്പോഴും ശോഭാ സുരേന്ദ്രൻ എന്ന മത്സരിച്ച മണ്ഡലങ്ങളെല്ലാം BJPയുടെ വോട്ടുനില വർദ്ധിപ്പിച്ച നേതാവിനെ അണിനിരത്തിയാണ് BJPയും കളത്തിൽ സജീവമായി തന്നെ നിൽക്കുന്നത്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. രഞ്ജിത്ത്, ഈ ആലപ്പുഴയുടെ ചരിത്രം അത് ഇടതുപക്ഷത്തിനൊപ്പമാണ് എന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല, പക്ഷേ ഇടതുപക്ഷത്തിന്റെ കൃത്യമായ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണയും നമുക്കറിയാം AM ആരിഫ് ഒരു കനലായി ഡൽഹിക്ക് പോയപ്പോൾ അതിൽ ആശ്വസിക്കാനുള്ള വക കണ്ടെത്തുകയായിരുന്നു LDF. നിലവിലത്തെ സാഹചര്യം അത് എത്രത്തോളം അനുകൂലമാകുന്നുണ്ട് LDFന്? കാരണം ഒരുപക്ഷെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലമാണ്. KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം അത് ആലപ്പുഴയിൽ നിന്നാണ് എന്നുള്ള പ്രഖ്യാപനം വന്നതോടുകൂടി കോൺഗ്രസിന്റെ ഒരു ദേശീയ മുഖമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ AM ആരിഫിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? LDF പ്രതീക്ഷ വയ്ക്കുന്നത് ഏത് ഘടകത്തിലാണ്? ഈ MP എന്ന നിലയിൽ AM ആരിഫ് നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. കേരളത്തിലെ ഒരുപക്ഷെ UDF MPമാരെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പാർലമെന്റിൽ ചെയ്ത ഒരു MP എന്ന ഖ്യാതി AM ആരിഫിനുണ്ട്. അതിന് AM ആരിഫ് നമ്മൾ രാവിലെ പറഞ്ഞത് അത് ജനങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ടെന്നും ഏതാണ്ട് 1.5 ലക്ഷം വോട്ടിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിൽ താൻ ജയിക്കും എന്നും രാവിലെ AM ആരിഫ് പറയുകയുണ്ടായിരുന്നു. താൻ നേരത്തെ അരൂരും മറ്റു മത്സരിച്ചപ്പോ പറഞ്ഞ ഇത്തരം പ്രവചനങ്ങൾ താൻ തന്നെ നേരത്തെ നടത്തിയിട്ടുണ്ട് മാധ്യമങ്ങളോട്. അതൊക്കെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായ കണക്കൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവചനങ്ങൾ നടത്തുന്നത് എന്നാണ് AM ആരിഫ് പറയുന്നത്. നേരത്തെ എൽദോ ചോദിച്ചതുപോലെ ആലപ്പുഴ മണ്ഡലത്തിന്റെ പോരാട്ടത്തിന് ഏറെ സവിശേഷതകളുണ്ട്. അതിലൊന്ന് കിരൺ ചൂണ്ടിക്കാട്ടിയതുപോലെ ആലപ്പുഴയെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത് KC വേണുഗോപാലിന്റെ സാന്നിധ്യമാണ്. കോൺഗ്രസിലെ 2ാമത്തെ പ്രമുഖ നേതാവാണ് KC വേണുഗോപാൽ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ. സ്വാഭാവികമായും ദേശീയ രാഷ്ട്രീയത്തിന്റെ കണ്ണുകൾ കൂടി ആലപ്പുഴയിലേക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തുള്ള ഒരു മികവ് എത്രത്തോളം ആരിഫിന് കാട്ടാൻ സാധിക്കും എന്നതനുസരിച്ചാകും ഇവിടുത്തെ മണ്ഡലത്തിലെ ആരിഫിന്റെ വിജയവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ നിൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. KC വേണുഗോപാൽ ഇന്നലെ ഡൽഹിയിലായിരുന്നു. ഇന്ന് രാവിലെ 11:30 മണിയോടുകൂടി അദ്ദേഹം ഈ ചേർത്തലയിൽ എത്തുകയും അവിടെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും ഇന്നത്തെ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അദ്ദേഹം മണ്ഡലത്തിലുണ്ടായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലെ ചില കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കായി അദ്ദേഹം ഡൽഹിയിലേക്ക് പോയി തുടർന്ന് ഇന്ന് മടങ്ങിയെത്തുകയാണ്. അപ്പോഴും നമുക്കറിയാം കണ്ണൂർകാരനാണ് എങ്കിൽ പോലും ആലപ്പുഴയുടെ മാനസപുത്രനാണ് KC വേണുഗോപാൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. ആലപ്പുഴ മണ്ഡലം
ആലപ്പുഴ അത് മണ്ഡലമാകുന്നതിന് മുൻപ് അമ്പലപ്പുഴയായിരുന്നപ്പോൾ PK വാസുദേവൻ നായർ, പിന്നീട് ആലപ്പുഴയായപ്പോൾ സുശീല ഗോപാലൻ, VM സുധീരൻ, KC വേണുഗോപാൽ എന്നിവർ. RSPയുടെ K ബാലകൃഷ്ണനും അന്ന് CPM-ലായിരുന്ന TJ ആഞ്ചലോസുമെല്ലാം ഇവിടെ ജയിച്ചിട്ടുണ്ട്. രാജീവ് വധത്തിന് ശേഷം രാജ്യമാകെ അലയടിച്ച കോൺഗ്രസ് തരംഗത്തിലും ജയിച്ചുകൊണ്ടാണ് ട്രെൻഡിനെതിരെ നീന്തി ആഞ്ചലോസ് 1991 ഡൽഹിയിലേക്ക് പോയത്. സുധീരൻ എന്ന വമ്പനെ വീഴ്ത്തിയ ഡോക്ടർ KS മനോജും ആലപ്പുഴയുടെ MP ആയിരുന്നിട്ടുണ്ട്. ഇതിനു മുൻപ് 2 വട്ടമാണ് KC വേണുഗോപാൽ ആലപ്പുഴയുടെ MP ആയത്. 2009 അടിയന്തരമായി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ വിദേശകാര്യ വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പ്രിൻസ് സെബാസ്റ്റ്യനെ ആയിരിക്കും ആദ്യം നാട്ടിലേക്ക് എത്തിക്കുക എന്നാണ് ഈ ഇമെയിൽ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നത്. യുദ്ധമേഖലയിൽ വെച്ച് അപകടം ഉണ്ടായി, അതിൽ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു പ്രിൻസ്. ആരോഗ്യനില വീണ്ടെടുത്ത പ്രിൻസുമായി എംബസി അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഫോണിലും നേരിട്ടും ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് പ്രിൻസിനെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വിദേശകാര്യ വകുപ്പിൻ്റെ സഹകരണത്തോടെ പൂർത്തിയാക്കിയിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഡേവിഡ്സൺ എന്ന പൊഴിയൂർ സ്വദേശിയും മറ്റ് 2 പേരെ, അഞ്ചുതെങ്ങ് സ്വദേശികളായ പ്രിൻസ്, വിനീത്, ടിനു, ഈ 2 പേരെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ എംബസിക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഇവർ യുക്രൈൻ അതിർത്തിയായ ലിസ്റ്റുചൻസിലെ സ്ലോട്രാവിക്ക എന്ന സ്ഥലത്താണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന സൂചനകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ശബ്ദ സന്ദേശത്തിൽ വിനീത് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ വിദേശകാര്യ വകുപ്പ് കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ടിനു ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല എന്നാണ് വിനീതിൻ്റെ ശബ്ദ സന്ദേശത്തിൽ, ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവർ 2 പേരും ലിസ്റ്റുചൻസിന് അടുത്ത് തന്നെ 5 കിലോമീറ്റർ ചുറ്റളവിലുണ്ട് എന്ന പ്രതീക്ഷയിലാണ് മോസ്കോയിലെ ഇന്ത്യൻ എംബസി ഉള്ളത്. എന്തായാലും 128 ഇന്ത്യൻ പൗരന്മാരും കുടുങ്ങിക്കിടക്കുന്നത് ലിസ്റ്റുചൻസിൽ തന്നെയാണ് എന്ന നിഗമനത്തിലാണ് അവരെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം വിദേശകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം ഇന്നലെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനുമായി ഡാൻ കുര്യൻ സംസാരിച്ചിരുന്നു. റഷ്യൻ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ 5 തെങ്ങ് സ്വദേശികളായ യുവാക്കളുടെ മോചനത്തിനായി നടപടികൾ ഊർജിതമാക്കിയതായാണ് വി മുരളീധരൻ ഇന്നലെ പറഞ്ഞത്. 5 തെങ്ങിൽ നിന്ന് പോയ 2 യുവാക്കളുമായി റഷ്യയിലെ ഇന്ത്യൻ എംബസി ബന്ധപ്പെട്ടിട്ടുണ്ട്. എല്ലാ ഇന്ത്യക്കാരെയും ഇവിടെ നിന്ന് രക്ഷിച്ച് നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു. റഷ്യയിലെ യുദ്ധഭൂമിയിൽ അകപ്പെട്ട 5 തെങ്ങ് സ്വദേശികളുടെ മോചന കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തുകയാണ് എന്നാണ് വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കുന്നത്. കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരൻ നമ്മോടൊപ്പം ചേരുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ റഷ്യയിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ? മലയാളികളായിട്ടുള്ള 4 പേര് റഷ്യയിൽ പെട്ടുപോയിട്ടുള്ള ആൾക്കാരിൽ 2 പേര് ഇന്ത്യൻ എംബസിയുമായിട്ടുള്ള സജീവമായിട്ടുള്ള ബന്ധത്തിലുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് യാത്രാരേഖകൾ ശരിയാക്കി നൽകി അവരെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ്. 2019 ദേശീയ രാഷ്ട്രീയത്തിലെ തിരക്കു കാരണം മത്സരിച്ചില്ല. ഇക്കുറി ജയിച്ചാൽ അത് ഹാട്രിക് ആകും. കഴിഞ്ഞ തവണ 17% BJP സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണനോട് നേടിയത്. ഇക്കുറി ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കി മികച്ച പ്രകടനം തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത്. മണ്ഡലത്തിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ച അധികൃതർ വഴി അവരെ എല്ലാവരെയും ഇന്ത്യക്കാരായിട്ട് റഷ്യയുടെ ഈ സംഘർഷ മേഖലയിൽ പെട്ടിരിക്കുന്ന ആളുകൾ, അവർ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരെ മുഴുവൻ തന്നെ അവർക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വളരെ നന്ദി പ്രതികരിച്ചതിന്. വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് 5 തെങ്ങിലെ 4 മലയാളി യുവാക്കളുടെ കുടുംബാംഗങ്ങൾ വിദേശകാര്യ വകുപ്പ് നൽകുന്ന ഈ ഉറപ്പിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. എത്രയും പെട്ടെന്ന് പ്രിൻസ് സെബാസ്റ്റ്യനെ ആദ്യം കേരളത്തിലേക്ക് തിരികെ എത്തിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ളവരെയും ഉടൻ തന്നെ നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കേരളം ഉൾപ്പെടെ 2ാം ഘട്ടത്തിൽ, അതായത് 26-ാം തീയതി ഏപ്രിൽ 26-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് തുടങ്ങി. കേരളത്തിൽ കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി M മുകേഷും കാസർഗോഡ് NDA സ്ഥാനാർത്ഥിയായ ML അശ്വിനിയും ആദ്യ ദിവസം പത്രിക നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുൺ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, സ്വാഭാവികമായിട്ടും തുടക്ക ദിവസം അധികം പത്രികകൾ കിട്ടാറില്ല. ഇന്നും അങ്ങനെ തന്നെയാണല്ലോ. വളരെ കുറച്ച് പ്രതികരണം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ?
തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലേക്ക് 3 സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. ACC-യുടെ സ്ഥാനാർത്ഥിയും മറ്റു 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണ് തിരുവനന്തപുരത്ത് പത്രിക നൽകിയത്. എല്ലാവർക്കും ആ രീതിയിൽ മാത്രമേ മന്ത്രി സൂചിപ്പിച്ച പോലെ കുറച്ച് പത്രികകൾ മാത്രമേ ആദ്യ ദിനം നൽകുന്നുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് പത്രികാ സമർപ്പണത്തിനുള്ളത്. ഏപ്രിൽ 4 വൈകിട്ട് 3 മണിയാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന സമയം. ഇതിൽ തന്നെ 3 ദിവസം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരമുള്ള അവധി ദിനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക് മുമ്പാകെ ഉള്ളത്. മുന്നണി സ്ഥാനാർത്ഥികൾ തിങ്കളാഴ്ച മുതൽ പത്രിക നൽകി തുടങ്ങും. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ 4-ാം തീയതിയോടുകൂടി പത്രിക നൽകാനുള്ള 4-ാം തീയതി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പ്രധാന സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 5-ാം തീയതിയാണ് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുക. 8-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാം. അതോടുകൂടി സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമാകും. വിവിധ സ്ഥാനാർത്ഥികൾ, ഒരേ പേരുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഈ സ്ഥാനാർത്ഥികൾ ഭീഷണി എല്ലാ തവണയും ഉണ്ടാകാറുണ്ട്. അത് ഇത്തവണയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ആശങ്ക മുന്നണി നേതൃത്വത്തിനുണ്ട്. ശരി, വി അരുൺ. പത്രികാ സമർപ്പണം കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മുകേഷ് പത്രിക നൽകി. അശ്വിനി, കാസർഗോഡ് BJP സ്ഥാനാർത്ഥിയായ അശ്വിനിയും ഇന്ന് പത്രിക നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. കണ്ണൂർ പയ്യാമ്പലത്തെ CPM നേതാക്കളുടെ സ്തൂപങ്ങൾ വികൃതമാക്കിയ നിലയിൽ. കരിയോയിൽ പോലുള്ള ദ്രാവകം ഒഴിച്ചാണ് വികൃതമാക്കിയത്. നയനാർ, കോടിയേരി ബാലകൃഷ്ണൻ, ചടയൻ ഗോവിന്ദൻ എന്നിവരുടെ സ്തൂപങ്ങൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായിരിക്കുന്നത്. ഗ്രാനൈറ്റിൽ കൊത്തിയ കോടിയേരിയുടെ ചിത്രത്തിന് മുകളിലാണ് ദ്രാവകം ഒഴിച്ചത്. പയ്യാമ്പലത്തെത്തിയ CPM നേതാക്കൾ പ്രകോപനമുണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് ഇതെന്ന് പറഞ്ഞു. പരാതി നൽകുമെന്നും CPM നേതാക്കളുടെ പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് നിർണായകമായ ദിവസമാണ്. കസ്റ്റഡി കാലാവധി ഇന്നാണ് അവസാനിക്കുന്നത്. അല്പസമയത്തിനകം ED അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതാണ്. എന്താണ് ഇത് എന്നാണ് ഇപ്പോൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ആരാണ് കോഴ വാങ്ങിയത് എന്ന കാര്യം വെളിപ്പെടുത്തും എന്നും അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു. മദ്യനയ അഴിമതി കഥയുടെ സത്യം കോടതിയിൽ വെളിപ്പെടുത്താനിരിക്കെ ഇന്ന് അരവിന്ദ് കെജ്രിവാളിന് നിർണായക ദിവസമായി മാറുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാകേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാകേഷ്, സ്വാഭാവികമായിട്ടും ഒന്നുകിൽ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ വേണമെന്ന് ED ആവശ്യപ്പെടുമല്ലോ, അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യണം, ജാമ്യം നൽകരുത് എന്ന്. പക്ഷേ ഈ അരവിന്ദ് കെജ്രിവാൾ എന്താണ് പറയാൻ പോകുന്നത്? ഇതൊരു ആകാംക്ഷയുള്ള കാര്യമാണല്ലോ ഇപ്പോൾ. മഞ്ജുഷ, അല്പസമയത്തിനകം തന്നെ ഈ കേസിൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത ED വീണ്ടും കസ്റ്റഡിയിൽ കെജ്രിവാളിനെ ആവശ്യപ്പെടുമെന്നുള്ളതാണ്. ഒരാഴ്ച കൂടി, 7 ദിവസം കൂടി കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമായിരിക്കും ED മുന്നോട്ട് വെക്കുക. കാരണം കേജ്രിവാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിശദമായി ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന വാദമായിരിക്കും ED മുന്നോട്ട് വെക്കുക. ഒപ്പം CBIയും കേജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കേസിൽ ആദ്യം കേജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് CBI ആയിരുന്നു. പിന്നീടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ CBIയും കേജ്രിവാളിനെ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേജ്രിവാൾ ഇന്ന് കോടതിയിൽ എന്തു പറയും എന്നുള്ളതാണ്. ഇന്നലെ കേജ്രിവാളിൻ്റെ ഭാര്യ സുനിത കേജ്രിവാൾ വ്യക്തമാക്കിയത് ഈ അഴിമതി കഥയുടെ മദ്യനയത്തിൽ ആർക്കൊക്കെ പണം ലഭിച്ചു എന്ന കാര്യം കേജ്രിവാൾ വെളിപ്പെടുത്തുമെന്ന് സുനിത കേജ്രിവാൾ പറഞ്ഞിരുന്നു. കാരണം ആം ആദ്മി പാർട്ടി നേതാക്കളൊന്നും തന്നെ പണം കൈപ്പറ്റിയിട്ടില്ല, അത്തരമൊരു തെളിവുകളും കണ്ടെത്താൻ EDക്ക് സാധിച്ചിട്ടില്ല എന്നാണ് സുനിത കേജ്രിവാളും ഒപ്പം ആം ആദ്മി പാർട്ടി നേതാക്കളും ആവർത്തിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും കേജ്രിവാൾ ഇന്ന് കോടതിയിൽ പറയാൻ പോകുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും ED ആവർത്തിച്ച് ആവശ്യപ്പെടാൻ പോകുന്നത് കേജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമായിരിക്കും. ഇതിനിടയിലാണ് രാഷ്ട്രപതി ഭരണത്തിനുള്ള ചർച്ചകൾ, ആലോചനകൾ ലഫ്റ്റനന്റ് ഗവർണർ ആരംഭിച്ചിട്ടുള്ളത്. കാരണം ഇന്ന് ED കസ്റ്റഡിയിൽ വിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയാണെങ്കിൽ ജയിലിൽ പോകേണ്ടി വരും കേജ്രിവാൾ. അങ്ങനെ വരുമ്പോൾ ജയിലിലിരുന്നു കൊണ്ട് ഭരിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത്. പക്ഷേ ലഫ്റ്റനന്റ് ഗവർണർ ആവർത്തിക്കുന്നത് ജയിലിലിരുന്ന് ഭരിക്കാൻ കഴിയില്ല, അത് ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ്. അപ്പോൾ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൂടിയാലോചനകൾ, നിയമവിദഗ്ധരുമായുള്ള കൂടിയാലോചനകൾ അടക്കം ഇതിനോടകം ലഫ്റ്റനന്റ് ഗവർണർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശരി രാകേഷ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പഞ്ചാബിൽ ഓപ്പറേഷൻ താമരയുമായി BJP ഇറങ്ങിയിരിക്കുകയാണ് എന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നുണ്ടല്ലോ. ഇതിൻ്റെ തെളിവുകളും പുറത്തുവിടുകയാണല്ലോ. ഇപ്പോൾ MLA-മാരോട് കൂറുമാറുവാനായിട്ട് ആവശ്യം ഉന്നയിക്കുന്നു, അവർക്ക് പണം വാഗ്ദാനം ചെയ്യുന്നു. BJP ഇങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ പറയുന്നത്. അതെന്തായി? ഇക്കാര്യത്തിൽ എന്തെങ്കിലും മറുപടി BJP-യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ?
ഇന്നലെയാണ് ആം ആദ്മി പാർട്ടിയുടെ ലുധിയാന MP സുശീൽ കുമാർ റിങ്കുവും ഒപ്പം തന്നെ ജലന്ധർ വെസ്റ്റ് MLAയും പാർട്ടി വിട്ട് ആം ആദ്മി പാർട്ടി വിട്ട് BJPയിൽ ചേർന്നത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും ഇത്തരത്തിൽ ഓപ്പറേഷൻ ലോട്ടസിനുള്ള നീക്കം പഞ്ചാബിൽ നടത്തുന്നു BJP എന്ന ആരോപണവുമായി ഇപ്പോൾ ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. പാർട്ടിയുടെ മന്ത്രിയും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവുമായ സൗരവ് ഭരദ്വാജാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് 3 MLAമാർ ഇന്നലെ തന്നെ പഞ്ചാബിൽ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം BJP നേതാക്കളിൽ നിന്ന് ഫോൺ കോളുകൾ ലഭിക്കുന്നു. അതിൽ അവർ ഉന്നയിക്കുന്നത് 20 മുതൽ 25 കോടി രൂപ വരെ നൽകാം. ഒപ്പം തന്നെ ലോക്സഭ അല്ലെങ്കിൽ MP സീറ്റ് വേണമെങ്കിൽ ആ സീറ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിനു പുറമെ പദവികൾ വേണമെങ്കിലും അതും നൽകാം എന്ന വാഗ്ദാനമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ 3 MLAമാരും ഈ വാഗ്ദാനം നിരസിച്ചു, പാർട്ടിക്കൊപ്പം നിൽക്കുമെന്ന് അറിയിച്ചു. പക്ഷേ ഇവർക്ക് മാത്രമല്ല ഇത്തരത്തിൽ കോളുകൾ വരുന്നത്, പല MLAമാർക്കും ഇത്തരത്തിൽ കോളുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു ഫോൺ കോൾ ലിസ്റ്റും ഈ സൗരവ് ഭരദ്വാജ് പുറത്തുവിടുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ വലിയ ആരോപണം BJPക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ BJP നേതാക്കളുടെ പ്രതികരണം ഏതായാലും ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല. ശരി രാകേഷ്, എന്തായാലും ആം ആദ്മി പാർട്ടി നേതാക്കൾ BJPക്കെതിരെ ശക്തമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. പഞ്ചാബിൽ ഓപ്പറേഷൻ താമരയ്ക്കുള്ള നീക്കം നടക്കുന്നതായാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരരുത് എന്നുള്ള ഒരു ഹർജി കൂടി കോടതിയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം വന്നിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിൽ തടസ്സമില്ല എന്നാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന് EDയുടെ കസ്റ്റഡിയിൽ ഇരുന്നു കൊണ്ടും ഡൽഹി മുഖ്യമന്ത്രിയായി തുടരാം. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തടസ്സം ഇല്ല എന്നുള്ള കാര്യം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ചോദ്യക്കോഴ കേസിൽ മെഹുവ മേത്ര ഇന്നും EDക്ക് മുന്നിൽ ഹാജരായില്ല. ഡൽഹി ഓഫീസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കാണെന്നാണ് ഹാജരാകാൻ കഴിയാത്തതിന് കാരണമായിട്ട് അവർ അറിയിച്ചിട്ടുള്ളത്. വോട്ടെടുപ്പ് കഴിയുന്നതുവരെ നോട്ടീസ് അയക്കരുതെന്നും മൊയ്ത്ര ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ കൃഷ്ണനഗറിൽ നിന്ന് ജനവിധി തേടുന്നുണ്ട് മെഹുവ മൊയ്ത്ര. അതേസമയം ചോദ്യം ചെയ്യലിന് 3ാം തവണയും ഹാജരാകാത്ത സാഹചര്യത്തിൽ വീണ്ടും നോട്ടീസ് നൽകാനാണ് EDയുടെ തീരുമാനം. ഈറോഡ് MP A ഗണേശമൂർത്തി അന്തരിച്ചു. കോയമ്പത്തൂരിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മരണകാരണം ഹൃദയാഘാതമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ആത്മഹത്യാ ശ്രമം നടത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. MDMK നേതാവായ ഗണേശമൂർത്തി DMK ചിഹ്നത്തിലാണ് ജയിച്ചിരുന്നത്. എന്നാൽ ഇക്കുറി ഗണേശമൂർത്തിക്ക് സീറ്റ് കിട്ടിയിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആലപ്പുഴയിൽ ഇത്തവണ നടക്കാൻ പോകുന്നത്. KC വേണുഗോപാലും CIR രജിസ്റ്റർ ചെയ്തത്. അന്വേഷണം വേഗത്തിലാക്കുവാനാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ഒരാഴ്ചയ്ക്കുള്ളിൽ രേഖകൾ ആവശ്യപ്പെട്ട് എക്സാലോജിക്കിന് നോട്ടീസ് നൽകുവാനും EDയുടെ നീക്കമുണ്ട്. ആദ്യ നിർണായകമാണ് EDയുടെ വരും ദിവസത്തെ അന്വേഷണം. മാസപ്പടി കേസിലെ തുടർ നടപടികൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് ED. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് അടക്കമുള്ള കമ്പനികൾക്ക് അടുത്തയാഴ്ച തന്നെ നോട്ടീസ് അയക്കാനാണ് EDയുടെ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് EDയും കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും CMRലും തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് SFIO സംഘം പരിശോധിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്ന ED തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. CMRൽ നിന്നും എക്സാലോജിക് സൊല്യൂഷനിൽ നിന്നും സേവനം ചെയ്യാതെ 1.72 കോടി രൂപ കൈപ്പറ്റി എന്നായിരുന്നു കണ്ടെത്തൽ. എക്സാലോജിക്കും CMRലും മാത്രമല്ല മറ്റ് 12 സ്ഥാപനങ്ങൾക്കും ED നോട്ടീസ് അയക്കും. എന്തിടപാടാണ് ഇവർ തമ്മിൽ നടന്നതെന്നാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും തുടർ നടപടിയായി വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇങ്ങനെ ഒരു അന്വേഷണം ആയുധമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രചാരണം നയിക്കുന്ന മുഖ്യമന്ത്രി തന്നെ എതിരാളികളുടെ പ്രധാന ആയുധമായതിന്റെ ആശയക്കുഴപ്പത്തിലാണ് CPIM. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ BJP ഇതര സർക്കാരുകളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് പോലെ കേരളത്തിലും അവർ അത് തന്നെ ചെയ്യുകയാണ് എന്നാണ് ഇടതുമുന്നണിയുടെ ആരോപണം. മാസപ്പടിയിലെ അന്വേഷണത്തിലൂടെ മുഖ്യമന്ത്രിയെയാണ് കേന്ദ്ര ഏജൻസികൾ ലക്ഷ്യം വെക്കുന്നതെന്ന ബോധ്യവും CPIMനുണ്ട്. ഇതിനെ രാഷ്ട്രീയമായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്ര
കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയമായി ഇടപെടുന്നു എന്ന പ്രചാരണം കൂടുതൽ ശക്തമാക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കവും. CAA ആയിരുന്നു തിരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയമെങ്കിൽ ഇപ്പോൾ മാസപ്പടി വിവാദവും കൂടി തിരഞ്ഞെടുപ്പിനെ ചൂടുപിടിപ്പിക്കുന്നുണ്ട്. ED കടുത്ത നടപടികളിലേക്ക് നീങ്ങിയാൽ നിയമപോരാട്ടം നടത്തുവാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. മാസപ്പടി കേസിലെ ED അന്വേഷണം തങ്ങൾ തമ്മിൽ പോരിൽ ആണെന്ന് CPIയും BJPയും വരുത്തുവാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ കോഴ, കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ED അന്വേഷണം പെരുവഴിയിലായ പോലെ ഇതും പെരുവഴിയിലാകുമെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തുന്നു. എങ്കിലും വിഷയം മുഖ്യ ചർച്ച വിഷയം ആകുമെന്ന് ഉറപ്പാണ്. ED അന്വേഷണം റദ്ദാക്കണം അല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ വിജയനോ എക്സാലോജിക്കോ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുമുണ്ട്. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇപ്പോഴത്തെ EDയുടെ അന്വേഷണം എന്ന നിലപാടിൽ UDF ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെയും ഇങ്ങനെയുള്ള ED അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണെങ്കിലും പിന്നീട് അത് ഒരിടത്തും എത്തിയിട്ടില്ല എന്നാണ് UDFന്റെ ഇപ്പോഴത്തെ വാദം. ഇന്ന് K മുരളീധരനും ഇക്കാര്യം ആവർത്തിച്ചു. ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു CPMഉം BJPയും തമ്മിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ED അന്വേഷണം വന്നിരിക്കുന്നത്. ED നിശബ്ദരായി തന്നെ ഇരിക്കും, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ ഡീൽ തന്നെയാണ് ഇതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുമാണ് K മുരളീധരൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അത് ED ഇടയ്ക്ക് വരെ ഇടയ്ക്ക് അപ്രത്യക്ഷമാവും. ED വന്നാൽ കണക്കാക്കണം ഡീൽ ആരംഭിച്ചു, ED നിശബ്ദമായാൽ ഡീൽ ഉറപ്പിച്ചു. ഇപ്പം ഞങ്ങളിവിടെ BJPയെ 3-ാം സ്ഥാനത്തേക്ക് വിടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ BJP 1-ാം സ്ഥാനത്ത് എത്തിക്കാനാണ് പിണറായി വിജയൻ്റെ ശ്രമം. അതിലൊരു ദുഃഖമുണ്ട്. മത്സരം LDFും UDFും തമ്മിലാവണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഞങ്ങളുടെയൊക്കെ തലയ്ക്ക് മുകളിൽ BJPയെ കൊണ്ട് പ്രതിഷ്ഠിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചാൽ അത് ഈ മണ്ണിൽ ചെലവാവില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രണ്ട് അവിശുദ്ധ കൂട്ടുകെട്ടിനെയും ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ട് UDF ഇവിടെ വിജയിക്കും. EDയുടെ അന്വേഷണം ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് പോയാലും പൊതുവെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ബൊഫേഴ്സ് അഴിമതി പോലെ, സ്പെക്ട്രം അഴിമതി പോലെ, അതൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്ത അഴിമതികളായി. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ ഇലക്ട്രോൾ ബോണ്ട്. ഇലക്ട്രോൾ ബോണ്ട് കൊള്ള, അതിനെതിരെ തുടക്കം മുതലേ നിലപാടെടുത്ത പ്രസ്ഥാനം CPIM ആണ്. ഇലക്ട്രോൾ ബോണ്ടിൽ നിന്നും ഫണ്ട് സ്വീകരിക്കാൻ, ആ സംവിധാനം വഴി ഫണ്ട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന നിലപാടെടുത്ത പ്രസ്ഥാനമാണ് CPIM. പിന്നീട് ആ ഫണ്ട് നൽകിയവരുടെ പേരുവിവരം വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ച പ്രസ്ഥാനമാണ് CPIM. പേരുവിവരം പുറത്തു വന്നപ്പോഴാണല്ലോ ചില കാര്യം ഇപ്പോൾ പുറത്തു വന്നത്. BJPക്ക് തുക കൊടുത്ത ഒരുപാട് കമ്പനികൾ, ആ കമ്പനികളെയൊക്കെ നേരത്തെ ED പോയി കണ്ട് ഒന്ന് നന്നായി. സുരേന്ദ്രനും ശക്തമായ പ്രചരണമാണ് മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നതും. കനൽ ഒരു തരി, അത് കെടുമോ ആളിക്കത്തുമോ? KC ഹാട്രിക് അടിക്കുമോ? ശോഭ വീണ്ടും ശോഭ കൂട്ടുമോ? കളം കടുക്കുകയാണ്. മിണ്ടാൻ പറ്റൂല. കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ട് 1000 കോടിയിലധികം കോൺഗ്രസ് വാങ്ങി. ഇപ്പൊ നേരത്തെ ആരോ ചോദിച്ചല്ലോ, തെരഞ്ഞെടുപ്പിന് പ്രചരണത്തിന് പൈസ ഇല്ല, ഈ 1000 കോടിയൊക്കെ എങ്ങോട്ട് പോയി? അപ്പോ ED അതിലെടുത്ത നിലപാട് എന്താണെന്ന് രാജ്യം ചർച്ച ചെയ്താണ്. കോൺഗ്രസിന്റെ ചില നേതാക്കന്മാരെ ED ഒന്ന് നോക്കിയാൽ അയ്യോ ഒന്നും ചെയ്യരുത്, ഞാൻ BJP ആയിക്കൊള്ളാം എന്ന് പറയുന്ന സ്ഥിതി നമ്മുടെ രാജ്യത്തുണ്ട്. ഇതൊക്കെ ആളുകൾക്കറിയാം. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇതൊന്നും പ്രത്യേകിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണ്ട. ജനങ്ങൾക്ക് നല്ല ധാരണ ഇതിനെക്കുറിച്ചൊക്കെ. EDയുടെ അന്വേഷണത്തെക്കുറിച്ചുള്ള CPM നിലപാട് ആവർത്തിക്കുകയാണ് മന്ത്രി മുഹമ്മദ് റിയാസ്. ED അന്വേഷണത്തിൽ ഭയപ്പെടില്ല എന്നാണ് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇടുക്കിയിൽ പല ഭാഗങ്ങളിലും കാട്ടാന ഇറങ്ങുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉള്ളത്. പടയപ്പയും അതുപോലെ തന്നെ ചക്കക്കൊമ്പനും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിലാണ് പടയപ്പ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മൂന്നാറിലുള്ള ആനയാണ്. പക്ഷേ ഇപ്പോൾ സ്ഥിരമായിട്ട് പടയപ്പ കൃഷി നശിപ്പിച്ചു വരികയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെ രാത്രിയും ഇതേ സംഭവം ആവർത്തിച്ചിരുന്നു. പടയപ്പയുടെ ശല്യം പല സ്ഥലങ്ങളിലും ഉണ്ട്. അതുപോലെ തന്നെയാണ് ചക്കക്കൊമ്പനും. സിങ്ക് കണ്ടത്താണ് ചക്കക്കൊമ്പൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പള്ളിയിലെ വേലി തൂണുകൾ ആന നശിപ്പിക്കുകയുണ്ടായി. കൂടുതൽ വിവരങ്ങൾ പ്രിൻസ് ജെയിംസ് നൽകും. പ്രിൻസ്, ഇപ്പോൾ ഈ പടയപ്പയും ചക്കക്കൊമ്പനും പ്രശ്നക്കാരായി മാറുകയാണല്ലോ. ഏത് രീതിയിലുള്ള നിരീക്ഷണം ഇപ്പോൾ വനംവകുപ്പ് നടത്തുന്നുണ്ട്? എന്തെങ്കിലും പ്രതിവിധി ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? അഭിലാഷ്,
RRT ടീമിന്റെ നേതൃത്വത്തിൽ പടയപ്പയെ ഈ ജനവാസ മേഖലയിൽ നിന്ന് തുരത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം ചക്കക്കൊമ്പൻ ഇന്ന് പുലർച്ചെയോടെ ഈ ജനവാസ മേഖലയിൽ നിന്ന് മാറിയിരുന്നു. എന്തായാലും വൈകുന്നേരം രാത്രി കാലങ്ങളിൽ വീണ്ടും ഈ മേഖലയിലേക്ക് തിരികെ എത്തും, ആനയായി തിരികെ എത്തുന്ന ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. കാരണം കൃത്യമായി ഇവിടുന്ന് മാറ്റുന്നുണ്ടെങ്കിൽ പോലും തുടർച്ചയായി തന്നെ വീണ്ടും ഈ മേഖലയിലേക്ക് തിരികെ എത്തുന്ന സാഹചര്യമാണ് കുറച്ച് ദിവസങ്ങളായി തുടരുന്നത്. ദേവികുളത്തെ വിവിധ മേഖലകളിലായി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പടയപ്പ് നിലയുറപ്പിക്കുമ്പോൾ ചിന്നക്കനാൽ സമീപം സിംഗുകണ്ടത്താണ് ചക്കക്കൊമ്പൻ നിലയുറപ്പിക്കുന്നത്. ഇന്നലെ ഒരു വീട് തകർന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് ദേവാലയത്തിന്റെ വേലിക്കലിന് നേരെ ആക്രമണം ഉണ്ടായത്. തുടർച്ചയായി ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. ഒപ്പം നിലവിൽ RRT സംഘങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർക്ക് കൃത്യമായ ഒരു സേവനം ഈ മേഖലയിൽ ലഭ്യമാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. അവർക്ക് കൃത്യമായൊരു സംവിധാനം ആനയെ തുറന്നുള്ള യാതൊരുവിധ സംവിധാനങ്ങളൊന്നുമില്ലാതെയാണ് ഈ ടീമിനെ ഇവിടേക്ക് അയക്കുന്നതെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഒരു കൂടുതൽ വെളിച്ചം പകരുന്ന ഒരു ടോർച്ച് പോലും ഇല്ല എന്നൊക്കെ അടക്കമുള്ള പരാതികളാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക മേഖലയിലേക്ക് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും സിംഗുകണ്ടം മേഖലയിൽ ചക്കക്കൊമ്പൻ അപകടകാരിയാണ്. മുൻപ് വലിയ ആക്രമണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആനയാണ്. അതുകൊണ്ട് തന്നെ ചക്കക്കൊമ്പൻ പതിവായ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ ആശങ്ക ജനങ്ങൾക്കുണ്ട്. മുൻപൊക്കെ ഈ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ ആളുകൾ മരണപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. പടയപ്പ അത്രമാത്രം അപകടകാരി അല്ലെങ്കിൽ പോലും തീർച്ചയായും അപകടകാരി അല്ല എന്നുള്ളത് ചെറിയ തോതിൽ ആശ്വാസമാണെങ്കിൽ പോലും ചക്കക്കൊമ്പന്റെ സ്ഥിരം സാന്നിധ്യം വലിയ ആശങ്കയ്ക്ക് ഇടയാക്കുകയാണ്. മഞ്ജുഷ്, ശരി പ്രിൻസ്, സിംഗുകണ്ടത്താണ് പ്രശ്നം കൂടുതൽ. ചക്കക്കൊമ്പനിൽ നിന്ന് കൂടുതൽ പ്രശ്നങ്ങൾ നാട്ടുകാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പടയപ്പയെ പൊതുവെ അങ്ങനെ പ്രശ്നക്കാരനായിട്ട് കാണാറില്ല. ടൂറിസ്റ്റുകളെ ഭയപ്പെടുത്തുക മാത്രമാണ് പടയപ്പ ചെയ്യാറുള്ളത്. പക്ഷേ പടയപ്പ ഇപ്പോൾ കൃഷി നശിപ്പിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പടയപ്പ കൃഷി നശിപ്പിച്ചത്. അതിന് മുൻപത്തെ ദിവസവും ഇതേ സംഭവം ആവർത്തിച്ചിരുന്നു. പക്ഷേ സിംഗുകണ്ടത്ത് പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാണ്. വനം വകുപ്പ് കൂടുതൽ ജാഗ്രത സിംഗുകണ്ടം പ്രദേശത്ത് കാണിക്കേണ്ടതുണ്ട്. ഇതാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷേ വനം വകുപ്പിൽ നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായിട്ടുമില്ല. അതേസമയം വയനാട് പരപ്പൻപാറയിൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയാണ്. കാടിനുള്ളിൽ തേൻ ശേഖരിക്കാൻ പോയവർക്കെതിരെ ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെട്ടു. പരപ്പൻപാറ കോളനിയിലെ താമസക്കാരിയായ മിനിയാണ് കൊല്ലപ്പെട്ടത്. മിനിയുടെ ഭർത്താവ് സുരേഷിന് ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരുക്കേൽക്കുകയും ചെയ്തു. മേപ്പാടിയിൽ നിന്നും നിലമ്പൂരിൽ നിന്നും വനം വകുപ്പ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. വയനാട് പരപ്പൻപാറയിലാണ് ഈ സംഭവം. തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് പശുവിനെ കുളിപ്പിക്കുന്നതിനിടെ സ്ലാബ് തകർന്നു വീണ് ഗൃഹനാഥൻ മരിച്ചു. കട്ടച്ചക്കുഴി വാറുവിള വീട്ടിൽ സെബാസ്റ്റ്യനാണ് മരിച്ചത്. മലിനജലം ഒഴുക്കിവിടുന്ന സ്ലാബിന് മുകളിൽ നിന്ന് പശുവിനെ കുളിപ്പിക്കുന്നതിനിടെ സ്ലാബ് ഇടിഞ്ഞ് താഴുകയായിരുന്നു. ദൃശ്യങ്ങളിൽ ഇത് കാണാം. നെയ്യാറ്റിൻകര, വിഴിഞ്ഞം തുടങ്ങിയ പ്രദേശത്ത് നിന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് സെബാസ്റ്റ്യനെ പുറത്തെടുത്തത്. തിരുവനന്തപുരം ബാലരാമപുരത്താണ് ഈ സംഭവം. കോഴിക്കോട് പയ്യോളി കുറ്റിയിൽ പീടികയിൽ അച്ഛനും മകളും മരിച്ച നിലയിൽ. വള്ളിൽ സുമേഷ്, മകളായ ഗോപിക, ജ്യോതിക എന്നിവരാണ് മരിച്ചത്. സുമേഷിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിലും മക്കളെ വീട്ടിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഇന്ന് രാവിലെയായിരുന്നു മൃതദേഹങ്ങൾ കണ്ടത്. പകൽ വാർത്തയിൽ ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. കെ സി വേണുഗോപാൽ ഇടയ്ക്ക് ഡൽഹിയിൽ പോയതിനു ശേഷം ആലപ്പുഴയിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ്. ആലപ്പുഴയിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടുതൽ സജീവമായിരിക്കുകയാണ്. ആലപ്പുഴയിൽ ഇത്തവണ സിറ്റിംഗ് MP ആരിഫിനെതിരെയാണ് കെ സി വേണുഗോപാലിന്റെ മത്സരം. ശോഭാ സുരേന്ദ്രനും ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കിയതിനാൽ ആലപ്പുഴയിൽ ഇത്തവണ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. കെ സി വേണുഗോപാലിന്റെ വാക്കുകളിലേക്ക്. AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ ശ്രീ കെ സി വേണുഗോപാലാണ് നമുക്കൊപ്പം ഉള്ളത്. ആലപ്പുഴ കഴിഞ്ഞ തവണ 19 സീറ്റും ജയിച്ചപ്പോഴും ആലപ്പുഴ സീറ്റ് നഷ്ടപ്പെട്ടു. യഥാർത്ഥത്തിൽ താങ്കളുടെ സീറ്റായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണോ ഇത്തവണ ഉറപ്പായും ഈ ദേശീയ തലത്തിൽ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളപ്പോഴും ആലപ്പുഴയിൽ മത്സരിക്കണം എന്ന് തീരുമാനിച്ചത്? ഇവിടെ പൊതുവായിട്ട് എല്ലാവരുടെയും ഒരു ആവശ്യമായിരുന്നു. കേരളത്തിലെ പാർട്ടി മൊത്തമായിട്ടും ആലപ്പുഴയിലെ പാർട്ടി മൊത്തമായിട്ടും ഇപ്രാവശ്യം മത്സരിക്കണമെന്ന്. അപ്പോൾ അവരുടെ ആവശ്യത്തെ ധിക്കരിക്കുക എന്ന് പറയുന്നത് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കാവുന്ന കാര്യമല്ല. പിന്നെ എനിക്ക് ആലപ്പുഴയോട് വളരെ വികാരപരവും ഹൃദയപരമായിട്ട് അടുപ്പമുള്ള സ്ഥലമാണ്. എനിക്ക് ആലപ്പുഴയിൽ MP ആവുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് തിരക്കുകളുടെ ജോലിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നിരുന്നാലും ഈ പ്രാവശ്യത്തെ ആലപ്പുഴക്കാരുടെ സ്നേഹം ഉള്ളിൽ മനസ്സിലാക്കിയതുകൊണ്ട് ഞാനത് ഏറ്റെടുക്കുകയാണ്. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അതങ്ങനെ ഏറ്റെടുക്കുക.
ഈ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുമ്പോഴും ഈ അവസാനത്തെ സമ്മേളനത്തിനടക്കം മാറി നിന്നപ്പോൾ CPM ഉന്നയിച്ചൊരു പ്രധാന വിഷയം ഒരുമിച്ച് നിൽക്കുന്നു. കേരളത്തിൽ വന്ന് BJPയെ നേരിടുന്നതിന് പകരം രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പോലുള്ള ദേശീയ നേതാക്കൾ വരുന്നത് പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ തന്നെ കക്ഷികളെയാണ്. അവർ BJPയുടെ ശക്തി കേന്ദ്രങ്ങളല്ലേ മത്സരിക്കേണ്ടതെന്നുള്ള ചോദ്യം വരുന്നുണ്ട്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വേറെ ആരാ മത്സരിക്കുന്നത്? CPMന്റെ ഈ വാദത്തിന് എന്ത് പ്രസക്തിയാണ്? CPM ഏതെങ്കിലും സ്ഥലത്ത് BJPക്കെതിരെ മത്സരിക്കുന്നുണ്ടോ? കേരളം ഒഴിച്ച് വേറെ ആരും മത്സരിക്കുന്നില്ല. ഏതെങ്കിലും സ്ഥലത്ത് BJPക്കെതിരെ മത്സരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ രാജസ്ഥാനിലെ ഒരു സീറ്റ് ഇപ്പം കോൺഗ്രസുമായി യോജിച്ചിട്ടാണ് മത്സരിക്കുന്നത്. പിന്നെ അവർ പറഞ്ഞാൽ എന്ത് അർത്ഥമുള്ളത്? BJPക്കെതിരെ രാഹുൽ ഗാന്ധി 540 സീറ്റിലും സ്ഥാനാർത്ഥിയാണ്. അത് ഇന്ത്യ മുഴുവൻ ക്യാമ്പയിൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹം ജയിച്ച സീറ്റിൽ തന്നെയാണ്. അദ്ദേഹം പുതിയ സീറ്റ് കണ്ടുപിടിച്ച് അദ്ദേഹം നിലവിൽ MP ആയ സീറ്റിലാണ്. പിന്നെ ഞാനിവിടെ എത്രയോ വർഷങ്ങളായിട്ട് 96 മുതൽ ആലപ്പുഴയിലുള്ള ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ മത്സരിക്കുന്നതിന് എതിർക്കാൻ അതൊക്കെ വളരെ ബാലിശമല്ലേ? അവരങ്ങനെ പറയാൻ പാടുണ്ടോ? ശോഭാ സുരേന്ദ്രൻ വളരെ ഗൗരവമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. നിയമപരമായിട്ട് നേരിടുന്നത് അവരോട് നിങ്ങൾ വലിയ ജേർണലിസ്റ്റ് അല്ലേ, കണ്ടുപിടിക്ക്. അവർക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്ക്. മറ്റു കാര്യങ്ങൾ ഞാൻ അത് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഈ പൊതുവെ കോൺഗ്രസിന്റെ നേതാക്കളെ അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾക്ക് നേരെ എല്ലാം EDയുടെ അന്വേഷണം വരുന്നു. കെജ്രിവാളിനെ പോലത്തെ പ്രധാനപ്പെട്ട നേതാവിനെ അഴിമതിയുടെ ആരോപിച്ച് ജയിൽ ഉള്ളിൽ കിടക്കുന്ന ഒരു അവസ്ഥ വരുന്നു. അത് ഏത് തരത്തിലാണ് ഈ ED ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വേട്ടയാടല? എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, അത് ഞാൻ കാണുന്നത് അത് വളരെ വിശാലമായ കാൻവാസാണ്. ഇന്ത്യയിൽ ജനാധിപത്യത്തിനെതിരെയുള്ള ഒരു കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. നമ്മളത് മാധ്യമങ്ങൾ പോലും തമസ്കരിക്കപ്പെടുക. ഞാൻ താങ്കളുടെ മാധ്യമത്തിലല്ല പറയുന്നത്, ദേശീയ മുഖ്യധാരയിലുള്ള പല മാധ്യമങ്ങളും ഇതൊന്നും തമസ്കരിക്കുകയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിപൂർവമായി നടത്താൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടാക്കിയിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്ട് എന്തിനാണ്? എല്ലാ പാർട്ടിക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കണം. ഇലക്ഷനാകുമ്പോൾ എല്ലാ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കണം. പിന്നെ അധികാരമുള്ള പാർട്ടി ആ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. ഇതൊക്കെയായിരുന്നല്ലോ ലക്ഷ്യം. അതനുസരിച്ചാണ് നമ്മുടെ എല്ലാ ഇലക്ഷനും അങ്ങനെ. ഇപ്പം അങ്ങനെ എന്താ ഉള്ളത്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടൊരു മുഖ്യമന്ത്രിയെ സിറ്റിംഗ് ചീഫ് മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യുക കേസിൻ്റെ 2 വർഷം. ഞാൻ നിയമപരമായ വഴികളൊന്നും തടയപ്പെടുത്താനല്ല. ഈ നിയമപരമായ വഴികൾ പ്രതിപക്ഷ നേതാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു BJP നേതാവിനെതിരെ ED അന്വേഷണം ഉണ്ടോ? ഇതിന്റെ അർത്ഥം BJP നേതാക്കന്മാർക്കെതിരെ കേസില്ല എന്നുള്ളതാണോ? എത്രയോ കേസുകൾ BJPയിൽ ചേർന്ന നേതാക്കന്മാരെല്ലാം അവർ തന്നെ കേസ് ആരോപിച്ചിട്ടുണ്ടല്ലോ. അജിത് പവാറിനെതിരെ 27,000 കോടി രൂപയുടെ അഴിമതി പറഞ്ഞത് പ്രധാനമന്ത്രി തന്നെയാണ്. അപ്പം അത് കേസില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ED, CBI, ഇൻകം ടാക്സ് ഈ ഡിപ്പാർട്ട്മെന്റുകൾ ഉപയോഗിച്ച് പ്രതിപക്ഷത്തില്ലാതെ, മറുഭാഗത്ത് ഞങ്ങളുടെ തന്നെ ഇപ്പം അക്കൗണ്ടുകൾ കംപ്ലീറ്റ് ഫ്രീസ് ചെയ്യുക. നിസ്സാരമായ കാരണം പറഞ്ഞ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ 6-8 വർഷം മുമ്പുള്ള കേസ് എടുത്ത് കൊത്തിപ്പൊക്കി ഒരു പാർട്ടിയുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കുക. പിന്നെ എല്ലാ മാധ്യമങ്ങളെയും കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഒരു സത്യത്തിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടുന്ന ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് ഏറ്റവും കടുത്ത ഭീഷണിയാണ് നേരിടുന്നത്. ഈ പ്രധാനമായും പ്രധാനമന്ത്രിയായാലും അമിത്ഷായാലും ഇപ്പോൾ BJP ദക്ഷിണേന്ത്യ വലുതായി കേന്ദ്രീകരിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേക ചുമതലയോ അല്ലെങ്കിൽ അവിടെയൊക്കെ ഇടപെട്ടുള്ളൊരു നേതാവ് കൂടിയാണ്. ഈ ദക്ഷിണേന്ത്യയിലേക്ക് എന്താണ്? ഉത്തരേന്ത്യയിൽ പരമാവധി സീറ്റുകൾ പല സംസ്ഥാനങ്ങളും ലഭിക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യയാണോ ഇത്തവണ പ്രധാന ഉന്നം? ആരുടെ? BJPയുടെ? അല്ല, അവരേത് ഉന്നം വെച്ചിട്ടും കാര്യമില്ല. ഈ പ്രാവശ്യം തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറ്റി വിധി എഴുതും. അതും ഞാൻ മാധ്യമങ്ങളിലൂടെ സർവേ കാണിച്ചു. എല്ലാ ദിവസവും സർവേ ആണ്. 400 കിട്ടും, 300 കിട്ടും, 300. ഇതൊക്കെ കടന്നോട്ട് ജനങ്ങളുടെ പൾസ് വളരെ ക്ലിയറാണ്. 10 കൊല്ലക്കാലം അവർ സഹിച്ചു. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അതുപോലെ തന്നെ കാർഷിക പ്രതിസന്ധി, ഈ പറയുന്ന പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ ജനങ്ങളെ കബളിപ്പിക്കുന്ന നയമായിട്ട് ഇന്ന് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരമുണ്ട്. ദക്ഷിണേന്ത്യയിൽ അത് ഏറ്റവും സ്ഥായിയായിട്ടുണ്ട്. ഉത്തരേന്ത്യയിലും വളരെ വലിയ മാറ്റങ്ങളുണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്ത് ഞാൻ എല്ലാ സ്റ്റേറ്റുകളിലെയും പാർട്ടി നേതാക്കന്മാരുമായി ബന്ധപ്പെടുകയും ചർച്ച ചെയ്യുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. കേരളത്തിൽ ആരാണ്, ഏത് മുന്നണിയാണ് മുഖ്യ എതിരാളിയായി വരുന്നത്? ഇടതുപക്ഷ മുന്നണി. അതിനെന്താ സംശയം? അത് അവർ പറയുന്നുണ്ട് BJP ആണെന്ന്. BJP അവർ തമ്മിൽ മത്സരം എന്ന് പറയുന്നുണ്ട്. അത് BJP പോലും പറഞ്ഞിട്ടില്ല. അത് ആലോചിച്ചോളണം. BJP പോലും അവർ ഇടതുപക്ഷ മുന്നണി തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനറാണ് ആദ്യമായിട്ട് പറഞ്ഞത് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി തമ്മിൽ അവിടെ മത്സരം. അപ്പോൾ അത് അത്രയും വലിയൊരു PR വർക്ക് BJPക്ക് വേണ്ടി LDF കൺവീനർ നടത്തുകയാണ്. പിന്നെ അവരുടെ സ്ഥാനാർത്ഥികൾ മികച്ച സ്ഥാനാർത്ഥികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സരം ഇടതുപക്ഷ മുന്നണിയും പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലാണ് കേരളത്തിൽ മത്സരം. അത് കൃത്യമായിട്ടും ഞങ്ങളെ കോൺഗ്രസ് ദേശീയ തലത്തിൽ ശക്തി പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിനെ ദുർബലമാക്കുക എന്ന ഒറ്റ അജണ്ടയുമായിട്ടാണ് മോഡി ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട്
പരമാവധി സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ലക്ഷ്യം, ഞങ്ങളുടെ മുന്നിലുള്ള ലക്ഷ്യം. ഈ സംസ്ഥാനത്തെ ഒരു കോൺഗ്രസിന്റെ UDFന്റെ ആകെ പ്രകടനത്തെ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ മുഴുവൻ സീറ്റുകളും ജയിക്കും ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം 1 തോറ്റിരുന്നു, ഇപ്രാവശ്യം അതുകൂടി തിരിച്ചു പിടിക്കും. ഈ ആലപ്പുഴയിലേക്ക് താങ്കൾ നിൽക്കുമ്പോൾ 2 തവണ MP ആയിരുന്ന ആളാണ്. ഇപ്പോൾ പുതിയൊരു MP വന്നു. ആ MP രണ്ടുപേരും ഈ അവിടുത്തെ പ്രധാനമായിട്ട് ബൈപ്പാസിന്റെ വികസനത്തിലും വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് വികസനത്തിലും ഒക്കെ രണ്ടുപേരും ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ കിരൺ പുതിയ ആളൊന്നും അല്ലല്ലോ. നിങ്ങളൊക്കെ മാധ്യമരംഗത്ത് എത്ര കാലം വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ ആരാ ചെയ്തിരിക്കുന്നതെന്ന്. ഞാൻ ഒരു അവകാശവാദത്തിനും ഇല്ല. എൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാ തുടങ്ങിയത്, ഏത് കാലത്ത് തുടങ്ങിയതാണ്? ആലപ്പുഴ ഞാൻ MLA ആയ സമയത്ത് കോളറ വന്ന് ആ കോളറ ബാധിച്ച് എത്രയോ ആൾ മരിച്ചെന്ന് മുതൽ ആരംഭിച്ച ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഫലമാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് വന്നതും സഹായിച്ചതും എല്ലാം അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് UPA ഗവൺമെൻറ്റും. പിന്നെ ആരവകാശം ഉന്നയിക്കുന്നതിന് ഞാൻ മറ്റൊരാളെ ഇകഴ്ത്തി കാട്ടാനൊന്നുമില്ല, ആരെയും കുറച്ച് കാണിക്കാനുമില്ല. ഞാൻ ചെയ്തത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അവർക്ക് എൻ്റെ വർക്കും അറിയാം, പ്രവൃത്തിയും അറിയാം. അവർ വിലയിരുത്തട്ടെ. എനിക്കതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പത്രക്കാർക്ക്. ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ എന്ത്, സത്യത്തിൽ ഞാൻ പാർലമെന്റ് അംഗമായ അന്ന് മുതലെടുത്ത നിരന്തരമായൊരു തപസ്യയായിരുന്നു ആ ബൈപ്പാസ്. ആലപ്പുഴയിലെ ബൈപ്പാസ് എന്ന് പറഞ്ഞ ഗതാഗത കുരുക്കിന് ഏറ്റവും വലിയ പ്രശ്നം. അത് ഉണ്ടാക്കിയതും അതിന്റെ തറക്കല്ലിടുന്നതും ഞാൻ MP ആയിരിക്കുമ്പം നിതിൻ ഗഡ്കരി വന്ന് തറക്കല്ലിട്ട് അന്ന് കേരളത്തിലെ മന്ത്രിമാരിലും പങ്കെടുത്ത് തുടങ്ങി. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ആദ്യമായിട്ട് ഒരു 50-50 എമൗണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയപാത കൊടുത്തു. ഇതെല്ലാം റെക്കോർഡിലുള്ള കാര്യമല്ലേ? പിന്നെ അതിന് അവകാശവാദം വേറെ ആരും പറഞ്ഞു, ഞാനെന്തും മറുപടി പറയാല കിരണേ. ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞത്, അതൊക്കെ വളരെ നമ്മൾ സ്ഥാനാർത്ഥികളായ നമ്മൾ കാണിക്കേണ്ട ചില പരിപക്വതയുണ്ട്. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. പകൽ വാർത്തയിൽ ഇനി സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6160, പവന് 49,280. 18 ക്യാരറ്റ് ഗ്രാമിന് 5140, പവന് 41,120. വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ആടുജീവിതം തിയേറ്ററുകളിൽ എത്തി. പൃഥ്വിരാജിന്റെ ബ്ലസ്സി സിനിമ ആടുജീവിതം കാണാൻ ആദ്യ ദിവസം വലിയ പ്രതികരണമാണ് തിയേറ്ററുകളിൽ ഉണ്ടായിരുന്നത്. നജീബും ഉണ്ടായിരുന്നു തിയേറ്ററിൽ. ആടുജീവിതത്തിന്റെ റിലീസിംഗ് ദിവസത്തെ റിപ്പോർട്ടോടുകൂടി പകൽ വാർത്ത അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ ബ്ലസ്സി ചിത്രം ആടുജീവിതം തിയേറ്ററുകളിൽ എത്തിയപ്പോൾ പ്രേക്ഷകരുടെ മനം നിറച്ചു എന്ന് തന്നെ പറയാം. കണ്ടിറങ്ങിയ പ്രേക്ഷകരെല്ലാം മികച്ച അഭിപ്രായമാണ് പറയുന്നത്. നമ്മൾ എന്താണോ നോവലിൽ വായിച്ചത് അത് തന്നെയാണ് ബ്ലസ്സിയും പൃഥ്വിരാജും ഈ സിനിമ തിരശ്ശീലയിൽ അവതരിപ്പിച്ചതെന്ന് തന്നെയാണ് ഒറ്റ ശ്വാസത്തിൽ ഈ പ്രേക്ഷകരെല്ലാവരും പറയുന്നത്. ഒപ്പം സിനിമ കാണാൻ ഇന്ന് ചിത്രത്തിന്റെ ഈ നോവൽ എഴുതിയ ആടുജീവിതം നോവൽ എഴുതിയ ബെന്യാമിനും ഒപ്പം ആ യഥാർത്ഥ ജീവിതത്തിന് ഉടമയായ നജീബും എത്തിയിരുന്നു. ഇവരും വളരെ സന്തോഷമുണ്ട്. ബെന്യാമിന്റെ വാക്കുകൾ, എന്താണോ താൻ നോവലിൽ എഴുതിയത് അത് അതേപോലെ പകർത്താൻ സംവിധായകനും ഒപ്പം നജീബായി ജീവിക്കാൻ പൃഥ്വിരാജിനും കഴിഞ്ഞു എന്നാണ്. നജീബാകട്ടെ വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത്. തന്റെ ജീവിതം ഇങ്ങനെ സിനിമയാകണമെന്ന് ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അത് യാഥാർത്ഥ്യമായതിൽ വളരെ സന്തോഷമുണ്ടെന്നും നജീബും പ്രതികരിച്ചു. ഒന്നും പറയാൻ പറ്റില്ല, ഞാനൊന്ന് കരയുമായിരുന്നു. നിങ്ങളെല്ലാവരും പോയി പടം ഒന്ന് കാണും, എന്നിട്ട് വേണം എടുക്കേണ്ടത്. എല്ലാവരും പോയി പടം കാണും. കാരണം അതേപോലത്തെ അനുഭവമാണ്, എന്റെ അതേ അനുഭവമാണ് ഇപ്പൊ ഈ സ്ക്രീനിലൂടെ കാണിച്ചതല്ല. കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെയും അഭിപ്രായം അത് തന്നെയാണ്. പൃഥ്വിരാജിന്റെ മേക്ക് ഓവർ ഞെട്ടിച്ചു എന്നാണ് പറയുന്നത്. ഒപ്പം AR റഹ്മാന്റെ സംഗീതവും റസൂൽ പൂക്കുറ്റിയുടെ ശബ്ദമിശ്രണവും കൂടിയായപ്പോൾ ആടുജീവിതത്തിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി ഓസ്കാറിന് വരെ നോമിനേഷൻ ലഭിക്കുന്ന ഒരു ചിത്രമായിരിക്കും ആടുജീവിതം എന്ന് വരെ പ്രേക്ഷകർ പറഞ്ഞു വെക്കുന്നു.
അതോടൊപ്പം ഈ ചിത്രത്തിന്റെ ഓരോ അണിയറ പ്രവർത്തകരും അതിന്റേതായിട്ടുള്ള അഭിനന്ദനം അർഹിക്കുന്നവർ തന്നെയാണ്. കാരണം ആ സിനിമയ്ക്ക് വേണ്ടി ഇവരെല്ലാവരും ഇട്ട എഫേർട്ട് നമ്മളെല്ലാവരും കേട്ടതാണ്, കണ്ടതാണ്. ഈ ചിത്രത്തിന്റെ ട്രെയിലറിലും അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻസും ഒക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ എല്ലാവരും തന്നെ ഞെട്ടി. കാരണം ഈ കോവിഡിന്റെ പാൻഡമിക്കിന്റെ സമയത്ത് പോലും ഒരു മരുഭൂമിയിൽ ഇവരവിടെ അകപ്പെട്ടു പോകുന്നു. പിന്നീട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കൊക്കെ അണിയറ പ്രവർത്തകർ കുടുങ്ങിപ്പോകുമ്പോൾ പോലും ഈ ഒരു സിനിമ പൂർത്തിയാക്കി അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കണം, മലയാളികൾക്ക് മുന്നിൽ, നജീബിന്റെ ആരാധകർക്ക് മുന്നിൽ എത്തിക്കണമെന്ന ഈ അണിയറ പ്രവർത്തകരുടെ അവരുടെ ഒരു പ്രയത്നം തന്നെയാണ് ഇന്ന് യാഥാർത്ഥ്യമാകുന്നത്. എന്തായാലും സിനിമയുടെ കൂടുതൽ റിവ്യൂകൾ, കൂടുതൽ അഭിപ്രായങ്ങൾ വരും ദിവസങ്ങളിലും നമുക്ക് കേൾക്കാൻ കഴിയും. ഇനി ഈസ്റ്ററിന്റെ അവധി ദിവസങ്ങൾ കൂടിയാണ്. എന്തായാലും പ്രേക്ഷകർ ഈ സിനിമയെ ഇപ്പോൾ തന്നെ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. രഞ്ജിത്ത്